ഇറാന്റെ ആക്രമണ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ യുദ്ധ ക്യാബിനറ്റ് യോഗം ചേർന്ന് 300-ലേറെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളും തങ്ങൾക്കെതിരെ ഉണ്ടായി എന്നാണ് ഇസ്രായേലിന്റെ കണക്കുകൾ പ്രകാരം ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. എന്തായാലും ഇറാൻ ആക്രമണത്തെ എതിർത്തു എങ്കിലും പ്രത്യാക്രമണത്തിന് അനുകൂല നിലപാടല്ല അമേരിക്ക സ്വീകരിക്കുന്നത്. തുടർ ആക്രമണങ്ങളിലേക്ക് കടക്കില്ല എന്ന് ഇറാനും വ്യക്തമാക്കിയ ഒരു സാഹചര്യമുണ്ട്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഐസൻ, ഈ പ്രത്യാക്രമണത്തിന് മുതിരരുത് എന്നുള്ള അമേരിക്കയുടെ താക്കീതുകൊണ്ട് തുടക്കത്തിൽ ഇസ്രായേലും അതേ നിലപാടാണെങ്കിലും ഇപ്പോഴും ഒരു യുദ്ധഭീതി പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്നു. ഒരുപക്ഷെ ആഗോള വിപണിയും അപ്രകാരമാണ് പ്രതികരിക്കുന്നത്. തീർച്ചയായും ഒരു യുദ്ധഭീതി നിലനിൽക്കുന്നു എന്ന യാഥാർത്ഥ്യം തന്നെയാണുള്ളത്. കാരണം ഈ നിലവിലെ സാഹചര്യത്തിൽ ഒരു വാർ ക്യാബിനറ്റ് യോഗം ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നേതൃത്വത്തിൽ കൂടുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതൊരു യുദ്ധത്തിനുള്ള സാഹചര്യം തന്നെയാണ് സൂചനയായി നൽകുന്നത്. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത് ഐക്യരാഷ്ട്രസഭയുടെയോ അതുപോലെ തന്നെ മറ്റ് സുരക്ഷാ കൗൺസിലിൻ്റെയും ഉൾപ്പെടെയുള്ളവരുടെ നിർദ്ദേശങ്ങളെ കാര്യമായി എടുക്കുന്നില്ല ഇസ്രായേൽ എന്ന ഒരു ഗൗരവതരമായൊരു വിഷയം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാൻ്റെ ആക്രമണത്തിന് പ്രത്യാക്രമണം നടത്തരുത് എന്ന് ഐക്യരാഷ്ട്രസഭ സെക്യൂരിറ്റി കൗൺസിൽ അംഗം കൂടിയായ അമേരിക്ക കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടും ഇത്തരത്തിലൊരു വാർ ക്യാബിനറ്റിലേക്ക് ഇസ്രായേൽ പോയിരിക്കുന്നത് ഗൗരവതരമായൊരു വിഷയമാണ്. നമുക്കറിയാവുന്നതാണ്, നമുക്ക് ദൃശ്യങ്ങളിലെല്ലാം കാണുന്നത് പോലെ ഇസ്രായേലിലെ പ്രതിരോധ സേനാ അംഗങ്ങൾ ഉൾപ്പെടെ ഉൾക്കൊള്ളുന്നതാണ് വാർ ക്യാബിനറ്റ്. അതുകൊണ്ട് തന്നെ ഈ വാർ ക്യാബിനറ്റിൻ്റെ യോഗം നടന്നു എന്ന് പറയുമ്പോൾ ഏത് രീതിയിലുള്ളൊരു തിരിച്ചടിയാണ് ഇസ്രായേൽ നടത്താനിരിക്കുന്നത് എന്ന് സംബന്ധിച്ച് ചില സംശയങ്ങളുണ്ട്. മറ്റൊരു പ്രധാന വിഷയം സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, ഇത് യുദ്ധം അതുപോലുള്ള സുരക്ഷ സംബന്ധിച്ച വിഷയമായതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഇത് സംബന്ധിച്ച വിവരങ്ങളൊന്നും, അതായത് ഈ വാർ ക്യാബിനറ്റ് യോഗത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങളൊന്നും പുറത്തു വരാനുള്ള സാധ്യത തീരെയില്ല എന്നതും കൂടിയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഗൗരവതരമായ ഒരു ആശങ്കയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തിരിച്ചടിക്കരുത് എന്ന് അമേരിക്ക പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ഇറാൻ്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലൊരു നടപടി ഉണ്ടാകില്ല. കാരണം ഏപ്രിൽ 1 തങ്ങൾക്കെതിരെ, തങ്ങളുടെ ഡമാസ്കസിലെ എംബസിക്കെതിരെ ഉണ്ടായ ആക്രമണത്തിന് പ്രതികരണം മാത്രമായിരുന്നു എന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതുതന്നെയായാലും കാത്തിരുന്ന് കാണേണ്ടതുണ്ട് ഇനിയുള്ള സംഭവവികാസങ്ങൾ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ശരി.